നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ഈദ് അൽ അദ്ഹയ്ക്ക് മുന്നോടിയായി ബഹ്റൈൻ ഏകദേശം 30,630 ആടുകളെയും 91 കന്നുകാലികളെയും 34 ഒട്ടകങ്ങളെയും ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ 17,000-ലധികം മൃഗങ്ങളുടെ ഇറക്കുമതിയും അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നതായും മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയത്തിലെ കൃഷി മൃഗസംരക്ഷണ അണ്ടർ സെക്രട്ടറി അസീം അബ്ദുൽ ലത്തീഫ് അബ്ദുള്ള അറിയിച്ചു. ശീതീകരിച്ചവയുൾപ്പെടെയുള്ള മാംസങ്ങൾ രാജ്യം ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നും ചുവന്ന മാംസവും കോഴിയിറച്ചിയും ഇറക്കുമതി ചെയ്യുന്നതിന് 228 ലൈസൻസുകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനായി മന്ത്രാലയം പൂർണ്ണമായും തയ്യാറാണെന്നും എല്ലാ ലൈസൻസുള്ള കശാപ്പുശാലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൃഗങ്ങളുടെയും മാംസത്തിന്റെയും ഇറക്കുമതിയും കയറ്റുമതിയും നിരീക്ഷിക്കുന്നതിനായി ഏകദേശം 25 വെറ്റിനറി ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കുന്ന യോഗ്യതയുള്ള ഇറക്കുമതിക്കാരുമായി തുടർച്ചയായ ഏകോപനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്ഥിരവും സുരക്ഷിതവുമായ വിതരണം ഉറപ്പാക്കാൻ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും യോഗ്യതയുള്ള വ്യാപാരികൾക്ക് ലൈസൻസ് നൽകുന്നതിനുമുള്ള ബഹ്റൈന്റെ നയമാണ് ഉയർന്ന ഇറക്കുമതി പ്രവർത്തനത്തിന് കാരണമെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിൽ നടന്ന GCC മന്ത്രിതല കൌൺസിലിന്റെ 164ാമത് സെഷനിൽ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി അംബാസഡർ ഖാലിദ് യൂസിഫ് അൽ ജൽഹാമ പങ്കെടുത്തു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹ്യ അധ്യക്ഷത വഹിച്ച സെഷനിൽ GCC വിദേശകാര്യമന്ത്രിമാർ, GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി എന്നിവരുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. GCCയും അന്താരാഷ്ട്ര പങ്കാളികളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലെ ചർച്ചകളിലെ പുരോഗതിയും സൗഹൃദ രാജ്യങ്ങളുമായുള്ള സംയുക്ത മന്ത്രിതല യോഗങ്ങളും അവലോകനം ചെയ്യുകയും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, സാധാരണക്കാരെ സംരക്ഷിക്കുക, മാനുഷിക സഹായം നൽകുക, ദ്വിരാഷ്ട്ര പരിഹാരത്തിനും മേഖലയിലെ നീതിയുക്തവും സമഗ്രവുമായ സമാധാനത്തിനും പിന്തുണ നൽകുക എന്നിവയ്ക്കൊപ്പം പ്രാദേശിക സംഭവ വികാസങ്ങളും കൌൺസിൽ ചർച്ച ചെയ്തു. പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ച് ബഹ്റൈൻ കേരളീയ സമാജം മലയാളം പാഠശാല ഒരുക്കിയ പ്രവേശനോത്സവത്തിൽ 1000-ലധികം കുട്ടികളും രക്ഷിതാക്കളും ഒത്തുചേർന്നു. കുട്ടികൾ അവതരിപ്പിച്ച ചെണ്ടമേളത്തോടെ ആരംഭിച്ച ചടങ്ങിൽ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഭദ്രദീപം തെളിയിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളും പാഠശാല ഭാരവാഹികളും കുട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതവും സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ, പാഠശാല പ്രിൻസിപ്പൽ ബിജു M സതീഷ്, വൈസ് പ്രിൻസിപ്പൽമാരായ രജിത അനി, ലതാ മണികണ്ഠൻ എന്നിവർ ആശംസകളും പാഠശാല കൺവീനർ സുനേഷ് സാസ്കോ നന്ദിയും രേഖപ്പെടുത്തി. കുട്ടികളും അധ്യാപകരും ഭാഷാപ്രവർത്തകരും ചേർന്ന് അവതരിപ്പിച്ച സംഘഗാനം, സംഘനൃത്തം, ഗാനമാലിക തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ ഭാഷാ പഠിതാക്കൾക്കായി സമാജം നടത്തിയ ഭാഷാ വ്യവഹാര മത്സരമായ അക്ഷരത്തോണിയിലും മലയാള മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിച്ച സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിനും വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു. 1947 സ്ഥാപിതമായ ബഹ്റൈൻ കേരളീയ സമാജം 70കളിൽ തന്നെ മാതൃഭാഷാ ക്ലാസുകൾ ആരംഭിച്ച വിദേശത്തെ ആദ്യ സാംസ്കാരിക കൂട്ടായ്മയാണ് എന്ന് പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. BMC ന്യൂസിലെ ഇനിയൊരു ഇടവേള. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ 20ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ക്ലബ്ബിൽ 2ാം പെരുന്നാൾ ദിനമായ ജൂൺ 7 ശനിയാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള ലോഗോ, ബ്രോഷർ പ്രകാശനം ഷിഫ അൽ ജസീറ സിഇഒയും പ്രോഗ്രാം കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയുമായ ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. യോഗം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണിൽ ഉദ്ഘാടനം ചെയ്തു. MJPA 20ാം വാർഷികാഘോഷത്തിൽ പ്രശസ്ത യുവഗായകൻ പാറ്റോ ഹോളിക് എന്ന മുഹമ്മദ് ഇസ്മായിലിന്റെ ലൈവ് പ്രോഗ്രാമും ഒരുക്കും. രക്ഷാധികാരി നാസർ മഞ്ചേരി നേതൃത്വം നൽകിയ യോഗത്തിൽ പ്രസിഡന്റ് ചെമ്പൻ ജലാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ
സ്വാഗതം ആശംസിച്ചു. വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, KSCA പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ, ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ചെയർമാൻ കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗൾഫാൻ നന്ദി രേഖപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ നിന്നും വിവിധ പ്രദേശ സംഘടനകളുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗം ആദിൽ പർവത്ത്, മനോജ്, സലാം മാസ്റ്റർ തുടങ്ങിയവർ നിയന്ത്രിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഇന്ത്യൻ ക്ലബ്ബിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും സംഘാടകർ അറിയിച്ചു. IYCC ബഹ്റൈൻ യൂത്ത് ഫെസ്റ്റ് 2025 ഭാഗമായി കണ്ടന്റ് ക്രിയേറ്റർ കോൺടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ജൂൺ 27 നടക്കുന്ന യൂത്ത് ഫെസ്റ്റിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്നതായിരിക്കും. യൂത്ത് ഫെസ്റ്റ് പ്രചാരണ ഭാഗമായി നിരവധി പരിപാടികളാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് എന്ന് IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പരിയാരം, പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ എന്നിവർ അറിയിച്ചു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും നിധീഷ് ചന്ദ്രനെ 66988833 എന്ന നമ്പറിലോ ജസീലിനെ 35108868 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വൈറ്റ് പുസ്തക പ്രകാശനം ശ്രദ്ധേയമായി. സമാജത്തിന്റെ അംഗവും മെമ്പർഷിപ്പ് സെക്രട്ടറി കൂടിയായ വിനോദ് അളിയത്ത് രചിച്ച വൈറ്റ് എന്ന 11 ചെറുകഥകൾ അടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ജൂൺ 1 സമാജം ബാബുരാജൻ ഹാളിൽ സംഘടിപ്പിച്ചു. പുസ്തക പ്രകാശനം നിർവഹിച്ചത് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയായിരുന്നു. പുസ്തകം സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലിന് കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നടന്നത്. ചടങ്ങിൽ സമാജം ഭാരവാഹികൾ, അംഗങ്ങൾ, വിവിധ മേഖലകളിൽ നിന്നെത്തിയ സാഹിത്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ ചടങ്ങിന് നേതൃത്വം നൽകി. പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് സമാജം മലയാളം പാഠശാല പ്രിൻസിപ്പലും സാഹിത്യ പ്രവർത്തകനുമായ ബിജു M സതീഷാണ്. ചടങ്ങിന്റെ സൗന്ദര്യവും സാംസ്കാരിക പ്രാധാന്യവും കൂട്ടിയത് സമാജത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച കവിതാലാപനമായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. മനോഹരമായ അവതരണം വേദിയിലെ അതിഥികളുടെയും പ്രേക്ഷകരുടെയും മനസ്സു കീഴടക്കി. പ്രോഗ്രാമിന്റെ അവതാരകയായ സവിത സുധീർ ചടങ്ങ് നിയന്ത്രിച്ചു. ചടങ്ങിന്റെ അവസാനം കഥാകൃത്തിന്റെ കയ്യൊപ്പിട്ട പുസ്തകങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രത്യേക അവസരവും ഒരുക്കിയിരുന്നു. വൈറ്റ് എന്ന സമാഹാരത്തിൽ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യബന്ധങ്ങൾ, സാമൂഹിക അവസ്ഥകൾ, അന്തർധ്വനികൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ആഴമുള്ള അനുഭവ സാക്ഷികളായി വായനക്കാരെ കൊണ്ടുപോകുന്നു. സമാജമംഗമായ എഴുത്തുകാരന്റെ സാഹിത്യ പ്രവർത്തനത്തിന് സമാജം നൽകുന്ന പിന്തുണയും ഈ ചടങ്ങിലൂടെ വ്യക്തമായതായി കഥാകൃത്ത് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. BMC ന്യൂസിലേക്ക് വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. നൂറനാട് പ്രവാസി ഫോറം ഹംല ഡ്രീം പൂളിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടിയിൽ തത്സമയ പാചകം, നൃത്തം, ഗെയിമുകൾ, പാട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു. സംഘടനയുടെ പ്രസിഡന്റ് മധു താണുവേലിലാണ് ഒത്തുചേരലിന് നേതൃത്വം നൽകിയത്. സംഗമത്തിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം എന്നത് അടിസ്ഥാനമാക്കി ICF പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ തലത്തിൽ സംഘടിപ്പിക്കുന്ന ബുക്ക് ടെസ്റ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂൺ 20 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ICF റീജിയൻ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബുക്ക് ടെസ്റ്റിൽ വിജയികളാവുന്നവർക്ക് റീജിയൻ തലത്തിലും നാഷണൽ തലത്തിലും സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ബുക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ ഫോം വഴി പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നതിനും അവസരമുണ്ടെന്ന് ICF പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 33492088 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
ബഹ്റൈനിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന മുഹറക് മലയാളി സമാജം വൈസ് പ്രസിഡന്റ് ദിവ്യ പ്രമോദ്, മക്കളും MMS മഞ്ചാടി ബാലവേദി കൺവീനർമാരുമായിരുന്ന ദിയ പ്രമോദ്, ദിശ പ്രമോദ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. MMS ഓഫീസിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ, ഉപദേശക സമിതി അംഗം ലത്തീഫ് കോളിക്കൽ, ഭാരവാഹികളായ അബ്ദുൽ മൻഷീർ, തങ്കച്ചൻ ചാക്കോ, പ്രമോദ് കുമാർ വടകര, ഫിറോസ് വെളിയങ്കോട്, മൊയ്തി TMC എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംഘടനയുടെ ഉപഹാരവും മെമ്മന്റോയും കൈമാറി. ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദിയ, ദിശ എന്നിവർക്ക് MMS വിദ്യാധരം 2025 പദ്ധതി ഭാഗമായി മെമ്മന്റോയും കൈമാറി. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സോഷ്യൽ അസിസ്റ്റൻസ് ഡ്രൈവ് ഗ്രൂപ്പിന്റെ ഭാഗമായി ഇസ ടൗണിലെ താഴ്ന്ന വരുമാനക്കാരായ 75ലധികം സ്ത്രീ തൊഴിലാളികൾക്ക് പഴങ്ങൾ, ജ്യൂസ്, വാട്ടർ ബോട്ടിലുകൾ, ഫ്ലാസ്കുകൾ, കപ്പുകൾ, ഗ്ലാസ് പ്ലേറ്റുകൾ, തൊപ്പികൾ എന്നിവ വിതരണം ചെയ്തു. റീച്ച് ദ അൺറീച്ച്ഡ് എന്ന സംരംഭത്തിന്റെ ഭാഗമാണ് ഇത്. വർഷം മുഴുവനും ഷെയർ ആൻഡ് കെയർ ശ്രമങ്ങളിലൂടെ ബഹ്റൈനിലെ താഴ്ന്ന വരുമാനക്കാരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ്, ഷഫീഖ് മലപ്പുറം, ആയിഷ നിഹാര, പ്രിയാനിഷ എന്നിവർ വിതരണത്തിൽ പങ്കെടുത്തു. ഈദ് ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷൻ ബാഡ്മിന്റൺ ഓപ്പൺ ടൂർണമെന്റ് ഒരുക്കുന്നു. ജൂൺ 10 മുതൽ 14 വരെ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ഖലീഫ സ്പോർട്സ് സിറ്റി ഇന്റർനാഷണൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുക. കുട്ടികൾക്കുള്ള മിക്സഡ് ഡബിൾസ് ആദ്യമായി നടത്തുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 9 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സിംഗിൾസ് ഡബിൾസ്, മിക്സഡ് ഡബിൾസ് കൂടാതെ മുതിർന്നവർക്ക് മെൻസ് ഡബിൾസ്, വിമൻസ് ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നിവയും പുതുതായി മോട്ടിവേഷൻ ഡബിൾസ് എന്ന മത്സരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. GCC വിസയുള്ള ഏതൊരു പൗരനും പരിപാടിയിൽ അംഗമാകാം. ബാഡ്മിന്റൺ ഏഷ്യ റെഫറി ഷാനൽ അബ്ദുൾ റഹീം ടൂർണമെന്റ് നിയന്ത്രിക്കും. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത് എന്ന് ടൂർണമെന്റ് ഡയറക്ടർ ബിനോയ് വർഗീസ് അറിയിച്ചു. ജൂൺ 7 വരെ ചാമ്പ്യൻഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് റെഫറി ഷാനിലിനെ 37746468 അല്ലെങ്കിൽ ടൂർണമെന്റ് മാനേജർ ജോബിൻ ജോണിനെ 33723515 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. വീണ്ടും ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. ഹജ്ജിലെ സുപ്രധാന കർമ്മമായ അറഫ സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണം നമീറ പള്ളിയിൽ നിന്ന് ലോകത്തിന് ഇത്തവണ മലയാളം ഉൾപ്പെടെ 34 ഭാഷകളിൽ കേൾക്കാനാവും. കഴിഞ്ഞ വർഷം 20 ഭാഷകളിലായിരുന്നു വിവർത്തനം. വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് മസ്ജിദുൽ ഹറാമിലെ വിവർത്തന കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്ക് ഹജ്ജ് ഖുതുബ അവരുടെ ഭാഷകളിൽ മനസ്സിലാക്കാൻ ബൃഹത്തായ പദ്ധതികളാണ് ഇരുഹറം കാര്യാലയ അതോറിറ്റി നടപ്പാക്കുന്നത്. സൗദിയിൽ പ്രമുഖ പണ്ഡിതനും ഉന്നത പണ്ഡിതനും സഭാംഗവും ഹറം ഇമാമും ഖദീബുമായ ഡോക്ടർ ഷെയ്ഖ് സ്വാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദാണ് അറഫ പ്രസംഗം നടത്തുക. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്മരണാർത്ഥം ഗുജറാത്തിൽ പാർക്ക് ഒരുങ്ങുന്നു. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള കച്ചിലാണ് പാർക്കിന്റെ നിർമ്മാണം. സിന്ദൂർ വനം എന്ന പേരിലാണ് പാർക്ക് അറിയപ്പെടുക. സായുധ സേനകളോടുള്ള ആദര സൂചകമാണ് പാർക്ക്. 1.5 വർഷം കൊണ്ട് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി. ഇതിനു മുൻപായി വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഭൂജ് മാണ്ഡവി റോഡരികിലെ 8 ഹെക്ടർ വനഭൂമിയിലാണ് പാർക്ക് വരിക. ദൌത്യത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുപരിപാടി നടന്ന സ്ഥലവും ഈ പാർക്കിൽ വരും. പഹൽഗാം ആക്രമണത്തിൽ മരിച്ചവർക്കായും ഈ പാർക്ക് സമർപ്പിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു.
കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൽ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പരിശോധന കർശനമായി നടത്തണമെന്ന നിർദ്ദേശം ആശുപത്രികൾക്കാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഗുരുതര രോഗമുള്ളവർ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ TMC സ്ഥാനാർത്ഥിയായി PV അൻവറിന് മത്സരിക്കാനാകില്ല. അൻവർ സമർപ്പിച്ച ഒരു പത്രിക തള്ളിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രികയും അൻവർ സമർപ്പിച്ചിരുന്നു. TMC സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അറിയിച്ചു. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പത്രിക തള്ളിയതെന്നാണ് വിവരം. TMC ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ 10 പേർ ഒപ്പിടണമായിരുന്നു. അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നത് ാണ് വിവരം. ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷമായിരിക്കും പരിശോധന നടത്തുക. നിലവിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അഫാൻ ഓർമ്മയില്ല. അഫാന്റെ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും വലിയ പരിക്കുകളില്ല. ജീവനൊടുക്കാൻ ശ്രമിച്ചപ്പോൾ CPR ഉടൻ നൽകിയത് ഓക്സിജൻ കുറയാൻ ഇടയാക്കിയില്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.